The resistance of an electrical device designed to work at 230 volt is 460 ohm. A. Calculate the current drawn by this device when operated at 230 volt. B. Find the rated power of the device. C. Calculate the heat produced if this device works for 10 minutes. ഈ ക്വസ്റ്റ്യൻ മാർച്ച് 2024 SSLC ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം എടുത്ത് എഴുതാം. റെസിസ്റ്റൻസ് R is equal to 460 ohm. Voltage V equal to 230 volt. The time of operating the device T is equal to 10 minutes. ഇവിടെ 10 മിനിറ്റ്സിലാണ് തന്നിരിക്കുന്നത്. നമുക്കിതിനെ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അപ്പോൾ 10 മിനിറ്റ്സ് ഈസ് ഈക്വൽ ടു 10 × 60 600 സെക്കൻഡ്സ്. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ. കാൽക്കുലേറ്റ് ദ കറണ്ട് ഡ്രോൺ ബൈ ദിസ് ഡിവൈസ്. അപ്പം എത്ര കറണ്ടാണ് ഡിവൈസ് എടുത്തേക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിവിടെ വോൾട്ടേജും റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. വോൾട്ടേജ് റെസിസ്റ്റൻസും തന്നെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഓംസ് ലോ ഉപയോഗിക്കാം. The current drawn by this device can be calculated by using Ohm's law. Ohm's law നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. I is equal to V/R. തന്നിരിക്കുന്ന വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. I is equal to 230 volt divided by 460 ohm. ഇത് സോൾവ് ചെയ്യാൻ കിട്ടുന്നതാണ്. I is equal to 0.5 ആംപിയർ. സെക്കൻഡ് ക്വസ്റ്റിലേക്ക് കിടക്കാം. ഫൈൻഡ് ദ റേറ്റഡ് പവർ ഓഫ് ദ ഡിവൈസ്. പവർ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പവർ P is equal to VI. V വോൾട്ടേജ് പറയാം, കറണ്ട് പറയാം. ഇങ്ങനെ രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 230 വോൾട്ട് ഇൻറ്റു 0.5 ആംപിയർ കിട്ടുന്നതാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 115 വോൾട്ട്. യൂണിറ്റ് എഴുതണം. യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റിന് മാർക്ക് കിട്ടുന്നതാണ്. Next question is calculate the heat produced by this device. Heat produced in equation H is equal to I square RT. I കറണ്ടിൻ്റെ വാല്യൂ അറിയാം 0.5 ആംപിയർ. അതിൻ്റെ സ്ക്വയർ എടുക്കുക ഇൻറ്റു 460 ഓം റെസിസ്റ്റൻസ്. ഓൾസോ 600 സെക്കൻഡ് ആണ് ടൈം. അത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 69,000 ജൂൾ. ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക് യു.